എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ചിക്കൻ 9 പീസ് കട്ടാണ്, അതായത് 1100 ഗ്രാമിൻ്റെ ചിക്കൻ അതാണ് വാങ്ങേണ്ടത്. അത് സ്കിന്നോട് കൂടിയിട്ട് വാങ്ങണം. എന്നിട്ട് അത് 9 പീസ് കട്ടാണ് സാധാരണ ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും, KFC ആയാലും അതേപോലെ തന്നെ ഇപ്പോൾ ചിക്കിങ് ആയാലും എല്ലാം ഉപയോഗിക്കുന്നത് 9 പീസ് കട്ടാണ്. അപ്പോൾ അത് സ്കിന്നോട് കൂടിയിട്ട് വാങ്ങുക. ചിക്കൻ ബട്ടർ മിൽക്കിലാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതായത് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ 1.5 കപ്പ് മിൽക്കാണ്. 1.5 കപ്പ് മിൽക്കിൽ ഒരു 2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഈ 2 നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഇളക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. ആ 30 മിനിറ്റിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്യുക. അതാണ് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് ഇത്ര വളരെ ഈസിയാണ്. ചിക്കൻ്റെ പീസ് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ 1100 ഗ്രാമിൻ്റെ ചിക്കൻ 9 പീസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അളവിലാണ് ഓരോ പീസും കിട്ടുക. ചിക്കൻ ഇനി ഒരു ബൗളിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ക്രാക്ക്ഡ് പെപ്പർ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തതിന് ശേഷം 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ മാരിനേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ കടകളിലൊന്നും കിട്ടുന്ന സാധനങ്ങളല്ല, വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഈ cayenne പെപ്പർ, അതേപോലെ തന്നെ marjoram, ബേസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഓൺലൈനിൽ വളരെ ചെറിയ പൈസ ഉള്ള ഒരു 100 രൂപ 108 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ്. അതിൻ്റെ ഏകദേശം ഒരു രൂപം ഇതൊക്കെ ഉണ്ടല്ലേ, കംപ്ലീറ്റ് ഈ നമ്മുടെ ഈ ബട്ടർ മിൽക്കിൽ മുക്കിയിട്ടാണ് ഇത് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ ബട്ടർ മിൽക്കൊക്കെ പിടിച്ച് പെപ്പറും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇടുക. മൈദയിലേക്ക് 1 ടീസ്പൂൺ oregano ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ cayenne പെപ്പർ, 1 ടീസ്പൂൺ സേജ് ലീവ്സ്, 1 ടീസ്പൂൺ basil, 1 ടീസ്പൂൺ marjoram, 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ പാപ്രിക്ക, 1 ടേബിൾ സ്പൂൺ ഒനിയൻ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, 2 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് മിക്സ്ഡ് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് നന്നായി കുടഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതേപോലെ നിങ്ങൾ ഓരോ ചിക്കനും കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ചിക്കൻ പീസും നമ്മളിപ്പോൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോട്ട് ചെയ്ത ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ലിറ്റർ ഓയിലാണ് വേണ്ടത്. അടുപ്പ് കത്തിച്ചതിന് ശേഷം അടികട്ടിയുള്ള ഒരു പാത്രം വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഒഴിക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ ചിക്കനും ഇട്ടതിന് ശേഷം ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കുക. നിങ്ങൾ കറക്റ്റ് സമയം നോക്കണം. ചിക്കൻ കുക്ക് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മിനിറ്റാണ്. ഓരോ 4 മിനിറ്റ് കഴിയുമ്പോഴും ചിക്കൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. 13 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ചിക്കൻ കോരി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ 9 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിക്കൻ കൂടുതലോ കുറവോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ല, വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് മയോണൈസ് ഉണ്ട്, അതേപോലെ ചിപ്പോട്ടലുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈ ഉണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. KFC ഫ്രൈഡ് ചിക്കൻ്റെ കളറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു ഗോൾഡൻ കളറാണ്, ഇതിൻ്റെ ഒരു ബ്രൗൺ കളറാണ്. അത് നോക്കണ്ട, കാരണം ഇത് ടേസ്റ്റിൽ എന്തായാലും വളരെ വ്യത്യാസമായിരിക്കും, വെറൈറ്റി ആയിരിക്കും. എന്തായാലും ഞാൻ കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അതായത് നമ്മുടെ KFC ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, ഇത് വേറൊരു വെറൈറ്റിയാണ്, നല്ല ഫ്ലേവറും. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ? അടിപൊളി, എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, വെറൈറ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ ഇതെന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം, മറക്കണ്ട. ബിക്കോസ് ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും മിസ്സാവും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചൊക്കെ. പിന്നെ അടുത്തൊരു വെറൈറ്റി വീഡിയോ, വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.